ജനുവരി പാമ്പുകടി മരണങ്ങൾ കുറയുന്നുണ്ട് എന്നത് കണക്കാണ്. ഈ ബൈറ്റുകളുടെ എണ്ണം കൂടുമ്പോഴെന്ന് പറയുമ്പോഴും 2 ദിവസം 2 മരണം എന്നത് സങ്കടകരമായ കണക്കാണ്. 8 വയസ്സുള്ള കുഞ്ഞിൻ്റെ കാര്യം അതിനേക്കാൾ വേദനയാണ്. ആൾജോയുടെ മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ അവിടെ വേറൊരു വെള്ളിക്കെട്ടൻ കുഞ്ഞിനെ കണ്ടു. അവനെ കടിച്ചതും ഒരു പാമ്പിൻ കുഞ്ഞാണ്. വയനാട് മൂർക്കനും 23 കുഞ്ഞുങ്ങളും. എന്താണ് ഈ കാലത്ത് സംഭവിക്കുന്നത് ശ്രീ അൻവർ? ആദ്യമായി വളരെ സങ്കടകരമായിട്ടുള്ള ഒരു സംഭവമാണ്. 10ഉം 8ഉം വയസ്സുള്ള 2 കുട്ടികൾക്ക് പാമ്പ് കടിയേറ്റു. അതിൽ ഒരു കുട്ടി ചികിത്സയിലാണ്. ആ മോൻ എത്രയും പെട്ടെന്ന് പൂർണ്ണ ആരോഗ്യത്തോടു കൂടി ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ എന്ന ആഗ്രഹത്തോടു കൂടി വേനൽക്കാലമാണ്, അതായത് ചൂട് വളരെ കൂടുതലാണ്. മലയാളികൾക്ക് മുൻ പരിചയമില്ലാത്ത അനുഭവമില്ലാത്ത തരത്തിലുള്ള കടുത്ത വേനലാണ്. അപ്പോൾ മനുഷ്യർക്കും മറ്റ് ജീവികൾക്കുമൊക്കെ ഈ വേനൽ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. വളരെ സ്ട്രെസ്ഡ് ആണ്. വന്യജീവികളും മറ്റ് വളർത്തുമൃഗങ്ങളും മനുഷ്യരും ഒക്കെ സ്ട്രെസ്ഡ് ആണ്. അപ്പോൾ പാമ്പുകളെ സംബന്ധിച്ചിടത്തോളം ഇത് ശീതരക്തജീവികളാണ്. ശരീര താപനില നിയന്ത്രിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ കുറവാണ്. അതുകൊണ്ട് മാളങ്ങൾക്കുള്ളിലൊക്കെ വളരെ കടുത്ത ചൂടിനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് പാമ്പുകൾ പുറത്തിറങ്ങാറുണ്ട്. കൂടുതലായി സാധാരണ പാമ്പുകളുടെ ഒരു ബേസിക് നേച്ചർ എന്ന് പറയുന്നത് മാളങ്ങൾക്കുള്ളിൽ കൂടുതലായി സുരക്ഷിതമായി കഴിഞ്ഞുകൂടുക എന്നുള്ളതാണെങ്കിൽ ഈ ഒരു ചൂട് കാലത്ത് അത് തണുപ്പ് തേടിയും അല്ലെങ്കിൽ ചൂടിനെ നിയന്ത്രിക്കാനും വേണ്ടി പുറത്തേക്ക് ഇറങ്ങാനും ജനങ്ങളുമായിട്ടുള്ള എൻകൗണ്ടേഴ്സ് കൂടുതലാകാനും ഉള്ള സാധ്യതയുണ്ട്. മാത്രമല്ല, ഈ ഒരു സ്ട്രെസ് ലെവൽ ഉയർന്നു നിൽക്കുന്നത് കാരണം സാധാരണഗതിയിൽ ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ ഓടി മാളത്തിനകത്തേക്ക് കയറുന്ന പാമ്പുകൾ പോലും ചിലപ്പോൾ അത് അഗ്രസീവ് ബിഹേവിയർ കാണിക്കാനും ചിലപ്പോൾ കടിക്കാനും ഒക്കെ സാധ്യതയുണ്ട്. അതോടുകൂടി മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. അതായത് കുഞ്ഞു പാമ്പുകളെ, ഉഗ്രവിഷമുള്ള ഇനത്തിൽപ്പെട്ട മൂർക്കൻ, വെള്ളിക്കെട്ടൻ, അതുപോലെ ചേനത്തണ്ടൻ തുടങ്ങിയ വിഷപ്പാമ്പുകളുടെയൊക്കെ കുഞ്ഞുങ്ങളെ കൂടുതലായി കണ്ടുവരുന്ന ഒരു സീസൺ കൂടിയാണ്. പ്രജനനകാലമാണ്. അപ്പോൾ കുഞ്ഞു പാമ്പുകളുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അത് ജനിച്ചു കഴിഞ്ഞാൽ അതിന് വളരെ സേഫായിട്ടുള്ള ഒളിയിടങ്ങൾ അന്വേഷിച്ച് അത് നിരന്തരമായിട്ടുള്ള സഞ്ചാരത്തിലായിരിക്കും. ജനിക്കുന്ന സ്ഥലത്ത് തന്നെ അത് തുടരുകയല്ല. അതിന് സേഫായിട്ടുള്ള ഹൈഡ് ഔട്ട് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടും അതിൻ്റെ ഫുഡ് അവൈലബിലിറ്റി, അതിന് ഷെൽട്ടർ അവൈലബിലിറ്റി, അതൊക്കെ ഒന്ന് സേഫ് ആക്കാൻ വേണ്ടിയിട്ട് നിരന്തരമായിട്ട് സഞ്ചരിക്കും. അങ്ങനെ സഞ്ചരിക്കുന്നതിനിടയ്ക്ക് അത് വീടുകളിലും ഒക്കെ വീട് പരിസരത്തുങ്ങൾ ഒക്കെ എത്തിപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഈ 2 സാഹചര്യങ്ങളും കൂടി, കടുത്ത ചൂടും അതുപോലെ ബ്രീഡിംഗ് സീസണും അല്ലെങ്കിൽ പ്രജനനകാലവും കൂടി ഒന്നിച്ച് വരുന്നതിൻ്റെ ഒരു പ്രത്യേക ശ്രദ്ധയും കരുതലും നമ്മൾ ഈ ഒരു കാലയളവിൽ ചെലുത്തേണ്ടതുണ്ട്. പാമ്പും കുഞ്ഞുങ്ങളുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പാമ്പും കുഞ്ഞിനെ വീടിൻ്റെ പരിസരത്ത് അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ പരിസരത്ത് മറ്റ് കൂടുതൽ പാമ്പും കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഒരു പാമ്പും കുഞ്ഞിനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പൊതുജനങ്ങൾ അതിൻ്റെ അടുത്തേക്ക് പോവുകയോ ആ സ്ഥലം പരിശോധിക്കുകയോ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു മുൻകരുതൽ നിർദ്ദേശം. അത് പാമ്പുകളെ കൈകാര്യം ചെയ്ത് പരിചയമുള്ള പ്രൊഫഷണലി ട്രെയിൻഡ് ആയിട്ടുള്ള വനം വകുപ്പിൻ്റെ അനുമതിയുള്ള സർപ്പ വോളണ്ടിയേഴ്സിനെയൊക്കെ വിളിച്ചിട്ട് അവരുടെ സാന്നിധ്യത്തിലോ അല്ലെങ്കിൽ അവരെ കൊണ്ട് പരിശോധന നടത്തുക എന്നുള്ളതാണ്. പിന്നെ കുറച്ച് ചില മുൻകരുതലുകൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ വീടിനകത്തേക്ക് പാമ്പുകൾ കടന്നു വരാതെയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള അപകടങ്ങൾ നമുക്ക് പരമാവധി ഒഴിവാക്കാൻ സാധിക്കും. വീടിനകത്തേക്കുള്ള എൻട്രി പോയിന്റ്സ് മാക്സിമം സീൽ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇപ്പോൾ വീട്ടിൽ ഓർണമെൻ്റൽ പ്ലാന്റ്സോ ഒക്കെ അലങ്കാര ചെടികളൊക്കെ വെച്ച് വളർത്തിയിട്ടുണ്ടാവും. അപ്പോൾ മരത്തിൽ കയറാനോ വള്ളികളിലൂടെ കയറി വരാൻ കഴിവുള്ള ആർബോറിയൽ കപ്പാസിറ്റിയുള്ള പാമ്പ്, പ്രത്യേകിച്ച് മൂർക്കം പാമ്പ്, വെള്ളിക്കട്ടൻ പാമ്പ് മുതലായ പാമ്പുകളും അതിൻ്റെ കുഞ്ഞുങ്ങളുമൊക്കെ ആ വള്ളികളിലൂടെയൊക്കെ കയറി വീട്ടിനകത്തേക്ക് വരാൻ ഉള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുക. അതായത് വള്ളി ചെടികൾ വെച്ച് പിടിപ്പിക്കുന്നതിന് പ്രശ്നമില്ല, പക്ഷേ അതിലൂടെ കയറി വീട്ടിനകത്തേക്ക് പ്രവേശിക്കുന്ന തരത്തിലുള്ള അത്തരത്തിലുള്ള വളർച്ചയൊക്കെ നമ്മൾ ക്രോപ്പ് ചെയ്ത്, അതായത് ജനാലയുമായോ വെന്റിലേറ്ററുമായോ അല്ലെങ്കിൽ എയർ ഹോളുമായോ ഒക്കെ കണക്ട് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ ഇത്തരം ചെടികളെ വളർത്താൻ പാടില്ല എന്നുള്ളതാണ്. പിന്നെ മാത്രമല്ല, വീടിൻ്റെ ഇപ്പം നിർമ്മാണപരമായ ചില പ്രത്യേകതകൾ, ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് മുൻവാതിൽ അതുപോലെ പിൻവാതിൽ, ഈ വാതിലുകൾ അടച്ചിരുന്നാൽ പോലും ചിലപ്പോൾ അതിൻ്റെ കീഴിൽ ചെറിയ വിടവുണ്ടെന്നുണ്ടെങ്കിൽ പാമ്പും കുഞ്ഞുങ്ങളൊക്കെ അതിലൂടെ ഉള്ളിലേക്ക് കടന്നു വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് സാധാരണഗതിയിലുള്ള മോഡേൺ ഹൗസസിലൊക്കെ താഴെ കട്ടളപ്പടി ഉള്ളതുകൊണ്ട് അത്തരത്തിലുള്ള വിടവുകളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. എങ്കിൽ കൂടി അങ്ങനെ വിടവുള്ള മുൻവാതിലോ പിൻവാതിലോ ഒക്കെ ഉള്ള വീടാണെന്നുണ്ടെങ്കിൽ മാറ്റോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും കൊണ്ട് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. പിന്നെ എന്താണ്, ഈ വീടിൻ്റെ പരിസരം വൃത്തിയായിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അത് കാട് പിടിച്ചൊക്കെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ പാമ്പുകൾ സുരക്ഷിതമായ ഒളിയിടങ്ങളാകും. അതുകൊണ്ട് വീടിൻ്റെ പരിസരത്തൊക്കെ കാടൊക്കെ നീക്കം ചെയ്യുക, കരിയിലകളൊക്കെ കൂടി കിടക്കാതെ നീക്കം ചെയ്യുക. വിറകോ അല്ലെങ്കിൽ നിർമ്മാണ സാമഗ്രികളോ ഇഷ്ടികയോ അങ്ങനെയുള്ള വസ്തുക്കളൊക്കെ അലക്ഷ്യമായി കൂട്ടിയിടാതെ ശ്രദ്ധിക്കുക. പിന്നെ ഈ പാമ്പിനെ ആകർഷിക്കുന്ന മറ്റ് ജീവികളുടെ സാന്നിധ്യവും പരമാവധി ഒഴിവാക്കുക. അതായത് ഇപ്പോൾ എലികൾ പോലുള്ള ജീവികളൊക്കെ വരാനുള്ള സാധ്യതകൾ, അതായത് ഫുഡിൻ്റെ വേസ്റ്റൊക്കെ അലക്ഷ്യമായി വീടിൻ്റെ പരിസരത്തൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ
എലികളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ എലിയെ പിടികൂടി ഭക്ഷിക്കുന്ന പാമ്പുകൾ അതിൽ ആകർഷിക്കപ്പെട്ട് വീടിൻ്റെ പരിസരത്തേക്കൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഫുഡ് വേസ്റ്റ് ഒക്കെ പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. പിന്നെ പ്രത്യേകിച്ച് ഈ പക്ഷികളെയൊക്കെ വളർത്തുന്ന വീടുകളുണ്ടെന്നുണ്ടെങ്കിൽ പക്ഷികളെ പിടികൂടി ഭക്ഷിക്കുന്ന മൂർഖം പാമ്പോ ചേരയോ പോലുള്ള പാമ്പുകളൊക്കെ അവിടേക്ക് ആകർഷിക്കപ്പെടാം. പക്ഷികളുടെ മുട്ടയൊക്കെ എടുത്ത് കഴിക്കുന്ന പാമ്പുകളൊക്കെ അവിടേക്ക് വരാം. അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ, അത്തരം പക്ഷികളോ അല്ലെങ്കിൽ വളർത്തു ജീവികളോ ഒക്കെ ഉള്ള വീടുകളിൽ ഉള്ള ഗൃഹനാഥരും കുട്ടികളും ഒക്കെ പ്രത്യേകം കരുതൽ വേണം ഈ ഒരു കാര്യം. മാത്രമല്ല പൂച്ച പോലുള്ള പെറ്റ്സ് ഒക്കെ വീട്ടിന്റെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.